ലോകം മറ്റൊരു വൻ ശക്തി പോരാട്ടത്തിന്റെ നിഴലിലാണെന്ന സൂചനകളാണ് യൂറോപ്പിൽ നിന്നും പുറത്തു വരുന്നത്. യുഎസിനും ഇസ്രയേലിനുമെതിരായ യുദ്ധത്തിൽ ഇറാനെ സഹായിക്കാൻ റഷ്യ ലക്ഷ്യമിടുന്നതായും അതിന്റെ ഭാഗമായി അത്യാധുനിക ഡ്രോണുകൾ കൈമാറാൻ മോസ്കോ തയ്യാറെടുക്കുന്നതായും മുതിർന്ന യൂറോപ്യൻ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നു. നിലവിലെ യുക്രൈൻ യുദ്ധത്തിൽ തളർന്നു നിൽക്കുന്ന റഷ്യ മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങളെ തങ്ങൾക്ക് അനുകൂലമായി തിരിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഈ നീക്കത്തിന് പിന്നിലെ പ്രധാന വിലയിരുത്തൽ. ഇതുവരെ ഇറാനും റഷ്യയും തമ്മിലുള്ള സഹകരണം രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവെക്കുന്നതിലായിരുന്നെങ്കിൽ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം റഷ്യ നേരിട്ട് ഇറാൻ പക്ഷം ചേർന്ന് യുദ്ധസാമഗ്രികൾ നൽകാൻ ഒരുങ്ങുകയാണ്. ഇതിന്റെ ഭാഗമായി സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകളുടെ ഒരു വലിയ ശേഖരം തന്നെ ഉടൻ ഇറാനിലെത്തിയേക്കും. യൂറോപ്യൻ ഇന്റലിജൻസ് ഏജൻസികളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ഫെബ്രുവരിയിൽ ഇസ്രയേലും യുഎസും നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് റഷ്യയും ഇറാനും തമ്മിൽ ഡ്രോൺ കൈമാറ്റത്തെക്കുറിച്ച് ചർച്ചകൾ തുടങ്ങിയത്. മരുന്നുകളും ഭക്ഷണ സാധനങ്ങളും ഉൾപ്പെടുന്ന സഹായ പദ്ധതികളുടെ മറവിലാണ് ഡ്രോൺ കൈമാറ്റം നടക്കുന്നത്. അടുത്തയാഴ്ച പകുതിയോടെ ഈ ഡ്രോണുകൾ ഇറാന് ലഭിക്കുമെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിഗമനം. ഈ ഭീതിയിലാണോ ട്രംപ് 2 ആഴ്ചയ്ക്കുള്ളിൽ യുദ്ധം നിർത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് സംശയവുമുണ്ട്. എന്നാൽ ഇവിടെ എടുത്തു കാണേണ്ടത് ഹോർമുസ് അടച്ചതോടെ ലോകരാഷ്ട്രങ്ങളിൽ എണ്ണയുടെ ദൗർബല്യം ഉണ്ടായി തുടങ്ങിയ സാഹചര്യത്തിൽ റഷ്യൻ എണ്ണയുടെ വിപുലമായ ശൃംഖല മറ്റു രാഷ്ട്രങ്ങളിലേക്ക് ഒഴുകി തുടങ്ങി. തങ്ങളുടെ എണ്ണ ചെലവാക്കാൻ ഇങ്ങനെയൊരു അവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു റഷ്യ എന്ന് തോന്നും വിധമായിരുന്നു റഷ്യയുടെ എണ്ണ വ്യാപാരം കുതിച്ചുയർന്നത്. എന്തിനേറെ പറയണം, മാസങ്ങളായി തുടരുന്ന കടുത്ത ഊർജ പ്രതിസന്ധികൾക്കിടയിൽ റഷ്യയിൽ നിന്നുള്ള കൂറ്റൻ എണ്ണ കപ്പൽ ക്യൂബൻ തീരത്തെത്തിയത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. യുഎസ് ഉപരോധം നിലനിൽക്കെ അനാറ്റോലി കൊളോപ്റ്റിക് എന്ന റഷ്യൻ ടാങ്കറാണ് മാറ്റൻസാസ് തുറമുഖത്തെത്തിയത്. അനാറ്റോലി കൊളാക്ടിങ് ക്യൂബയുടെ പ്രത്യേക സാമ്പത്തിക മേഖലയിൽ പ്രവേശിച്ചതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്യൂബയിലേക്ക് എണ്ണ എത്തിക്കുന്നതിൽ നിന്ന് റഷ്യൻ ടാങ്കറുകളെ നിരോധിച്ചതായി യുഎസ് നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു. ജനുവരി മുതൽ ക്യൂബയ്ക്ക് മേൽ കർശനമായ ഊർജ്ജോപരോധം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ജനുവരി അവസാനം യുഎസ് പ്രസിഡന്റ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ക്യൂബയ്ക്ക് എണ്ണ വിൽക്കുന്നതോ അല്ലെങ്കിൽ നൽകുന്നതോ ആയ രാജ്യങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾക്ക് തീരുവ ചുമത്തുന്നതിനായുള്ള ഉത്തരവിൽ ഒപ്പുവെച്ചിരുന്നു. വെനസ്വേലയിൽ നിന്നുള്ള എണ്ണ വിതരണം തടസ്സപ്പെട്ടതോടെ ക്യൂബ ചരിത്രത്തിലെ ഏറ്റവും വലിയ വൈദ്യുതി പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ മാസം രാജ്യം മുഴുവൻ 29 മണിക്കൂർ ഇരുട്ടിലായിരുന്നു. ക്യൂബയ്ക്ക് ഇന്ധനം വിതരണം ചെയ്യുന്നത് തുടരുമെന്ന് മെക്സിക്കോ പ്രഖ്യാപിച്ചിട്ടും യുഎസ് താരിഫ് പിഴകൾ ഉണ്ടാക്കുമെന്ന ഭയത്താൽ നടപടികളൊന്നും സ്വീകരിച്ചില്ല. ഉപരോധവും തീരുവ ഭീഷണിയും ഉണ്ടായിരുന്നിട്ടും ക്യൂബയിലേക്ക് ഇന്ധനം അയക്കുമെന്ന് റഷ്യ സൂചന കൊടുത്തു. റഷ്യൻ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഈ കപ്പലിൽ ഏകദേശം 73,000 ബാരൽ ക്രൂഡ് ഓയിൽ ഉണ്ട്. ഈ കപ്പലിലെ എണ്ണ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഡീസൽ ക്യൂബയുടെ 2 ആഴ്ചത്തെ ആവശ്യങ്ങൾക്ക് മതിയാകും. നിലവിൽ യുഎസ്, യുകെ, EU എന്നിവയുടെ ഉപരോധ പട്ടികയിലുള്ള കപ്പലാണിതെന്നും ശ്രദ്ധേയമാണ്. ഇറാൻ യുദ്ധം നീണ്ടു നിൽക്കുന്നത് പുടിന് 2 രീതിയിൽ ഗുണകരമാണ്. യുദ്ധം മൂലം എണ്ണവില ഉയരുന്നത് റഷ്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്താകും. ഈ പണം ഉപയോഗിച്ച് യുക്രൈനിലെ സൈനിക നീക്കം ശക്തമാക്കാൻ റഷ്യയ്ക്ക് പറ്റും. അമേരിക്കയുടെ ശ്രദ്ധയും സൈനിക വിഭവങ്ങളും മിഡിൽ ഈസ്റ്റിലേക്ക് മാറുന്നതോടെ യുക്രൈനിലേക്കുള്ള സഹായം കുറയുമെന്നും റഷ്യ കണക്ക് കൂട്ടുന്നു. ഇറാന്റെ ഡ്രോൺ ആക്രമണങ്ങൾ ഇതിനകം തന്നെ ഗൾഫ് മേഖലയിലെ സമാധാനം തകർത്തിട്ടുണ്ട്. കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ, സൗദി അറേബ്യ, ഒമാൻ, ഇറാഖ്, UAE എന്നിവിടങ്ങളിൽ ഇറാന്റെ ഡ്രോണുകൾ ലക്ഷ്യം കണ്ടു. യുഎസ് താൽപര്യങ്ങളെ സംരക്ഷിക്കാൻ എന്ന പേരിൽ നടക്കുന്ന ഈ ആക്രമണങ്ങളിൽ റഷ്യൻ ഡ്രോണുകൾ കൂടി എത്തുന്നതോടെ യുദ്ധത്തിന്റെ വ്യാപ്തിയും തീവ്രതയും വർദ്ധിക്കും. ഫ്രാൻസിൽ നടന്ന G7 യോഗത്തിൽ റഷ്യയുടെ ഈ നീക്കത്തിനെതിരെ കടുത്ത വിമർശനമാണ് ഉയർന്നത്. റഷ്യ ഇറാനെ സഹായിക്കുന്നത് കേവലം സൗഹൃദം കൊണ്ടല്ലെന്നും മറിച്ച് ലോകത്തിന്റെ ശ്രദ്ധ യുക്രൈൻ യുദ്ധത്തിൽ നിന്ന് തിരിക്കാനാണെന്നും ജർമ്മൻ വിദേശകാര്യമന്ത്രി ജോഹാൻ വാഡ്ഫുൾ കുറ്റപ്പെടുത്തി. ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി യേവറ്റ് കൂപ്പറും സമാനമായ ആശങ്കയാണ് പങ്കുവച്ചത്. അത് മാത്രമല്ല, റഷ്യയുടെ ലക്ഷ്യം വെറും യുദ്ധസഹായത്തിൽ ഒതുങ്ങുന്നില്ലെന്നാണ് പാശ്ചാത്യ വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇറാൻ ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ സ്ഥിരത ഉറപ്പാക്കുക എന്നതാണ് റഷ്യയുടെ വലിയ ലക്ഷ്യമെന്ന് വിലയിരുത്തപ്പെടുന്നു. സൈനിക സഹായത്തോടൊപ്പം സാമ്പത്തികവും സാങ്കേതികവുമായ പിന്തുണ നൽകിക്കൊണ്ട് ഇറാനെ ശക്തിപ്പെടുത്താനുള്ള ശ്രമമാണ് ഇതിന് പിന്നിൽ. ഇതൊരു പരസ്യ പ്രതിരോധ കരാറില്ലാത്തതെങ്കിലും
പ്രായോഗികമായി പ്രവർത്തിക്കുന്ന ഒരു തന്ത്രപരമായ സഖ്യത്തിന്റെ രൂപീകരണമായി കാണപ്പെടുന്നു. ഡ്രോണുകളുടെ പ്രാധാന്യം ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധേയമാണ്. ഇറാൻ ഇതിനകം തന്നെ ചെലവ് കുറഞ്ഞ എന്നാൽ കൃത്യതയേറിയ ഡ്രോണുകൾ ഉപയോഗിച്ച് യുദ്ധഭൂമിയിൽ വലിയ മാറ്റം സൃഷ്ടിച്ച രാജ്യമാണ്. 2023 മുതൽ റഷ്യ ഇറാനിയൻ ഡിസൈനുകൾ അടിസ്ഥാനമാക്കി സ്വന്തം ഡ്രോണുകൾ വൻതോതിൽ നിർമ്മിച്ചു വരികയാണ്. ഇപ്പോൾ അതേ സാങ്കേതിക വിദ്യയെ കൂടുതൽ മെച്ചപ്പെടുത്തി തിരിച്ചും ഇറാനിലേക്ക് എത്തിക്കുന്നതാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതേസമയം സൈനിക സഹായം ഡ്രോണുകളിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഉപഗ്രഹ ചിത്രങ്ങൾ, ഇന്റലിജൻസ് ലക്ഷ്യമിടൽ സഹായങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയും റഷ്യ ഇറാനുമായി പങ്കുവെക്കാൻ സാധ്യതയുണ്ടെന്ന് ഇന്റലിജൻസ് വൃത്തങ്ങൾ വിലയിരുത്തുന്നു. റഷ്യ ഇറാൻ ബന്ധം ഒരു സാധാരണ സഹകരണത്തിനപ്പുറം ആഴത്തിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് നീങ്ങുന്നതായി വ്യക്തമാണ്. ഔദ്യോഗികമായി പരസ്പര പ്രതിരോധ കരാർ ഇല്ലെങ്കിലും ആയുധങ്ങൾ, സാങ്കേതിക വിദ്യ, ഇന്റലിജൻസ് എന്നിവയുടെ കൈമാറ്റം വർദ്ധിക്കുന്നത് ഈ ബന്ധത്തിന്റെ ശക്തിയെ വ്യക്തമാക്കുന്നു. റഷ്യയുടെ ഡ്രോൺ വിതരണം യാഥാർത്ഥ്യമായാൽ അത് US-ഇസ്രയേൽ സഖ്യത്തിനെതിരായ യുദ്ധത്തിൽ ഇറാന് വലിയ മുൻതൂക്കം നൽകും. ലോകം സങ്കീർണമായ ഒരു സാമ്പത്തിക രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ വൻ ശക്തികളുടെ ഈ നേരിട്ടുള്ള ഇടപെടൽ യുദ്ധത്തിന്റെ ഗതി എങ്ങോട്ട് മാറ്റുമെന്ന് കണ്ടു തന്നെ അറിയണം. മിഡിൽ ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങൾക്ക് ഈ പുതിയ നീക്കം കനത്ത തിരിച്ചടിയാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല.